ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പാർട്ട് 5 ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അല്ലേ. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പല ഫോമുകളും, ബിസിനസ് ഓർഗനൈസേഷനിലുള്ള കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളും കോപ്പറേറ്റീവ് അല്ലാത്തതും പ്രൈവറ്റ് ലിമിറ്റഡും അങ്ങനെ പലതരം ബിസിനസ്സും, സ്മോൾ ഇൻഡസ്ട്രീസും ബിഗ് ഇൻഡസ്ട്രീസും, ലിമിറ്റേഷൻസും മെറിറ്റ്സും ഫീച്ചേഴ്സും അങ്ങനെ സകല അവർ ഒരു ബിസിനസ് തുടങ്ങാനുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ റിസ്ക്, അതായത് സോളോ ട്രെൻഡ് ഓർഗനൈസേഷൻ, കമ്പനി ഓർഗനൈസേഷൻ പലതും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലേറ്റവും ഇമ്പോർട്ടൻസ് ആയ ഒരു ഭാഗമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സ്ഥാപനം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബിസിനസ്സിൻ്റെ ലിമിറ്റേഷൻസും ഫീച്ചേഴ്സും, ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സും ആൻഡ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് നോക്കാം. ഓക്കെ, എന്താണ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് നമുക്ക് അതിലുള്ളത്? Then merit and limitation. The different type of cooperative have distinct merit and limitation. Cooperative സ്ഥാപനത്തിന് നമ്മൾ പറയുന്നത് മാറിപ്പോവരുത്, കോപ്പറേറ്റീവിൻ്റെ ലിമിറ്റ്സും ദെൻ ലിമിറ്റേഷൻസും ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഈസി ഫോർമേഷൻ ആയിരിക്കും. അതായത് ഫോർമേഷൻ ആസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസി ടു കമ്പയർ ടു ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി, ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വോളണ്ടറി അസോസിയേഷൻ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ ലോങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ലീഗൽ ഫോർമാലിറ്റീസ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ. അത് രൂപീകരിക്കുന്ന സമയത്ത് വല്ലാതെ ലീഗലി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും എനി 10 adult person can voluntarily form of themselves an association and get in registered with the registration of cooperatives. അത് കോപ്പറേറ്റീവ്സ് രജിസ്ട്രേഷൻ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു 10 ആളെന്നെങ്കിലും രജിസ്ട്രേഷൻ്റെ സമയത്ത് പ്രൂഫിനും തെളിവെടുപ്പിനും അഗ്രിമെൻറ്റിനും ഒക്കെ നമുക്ക് വേണ്ടി വരും എന്നാണ് പറയുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. എന്താണ് ഇതിൻ്റെ ഈസി ഫോർമേഷൻ? അത് മെറിറ്റ്സ് ആണ് നമ്മൾ അത്രയും അങ്ങനെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്തൊന്നും വല്ലാതെ കുഴപ്പമൊന്നുമില്ലാതെ പോകും. അതെന്താ പോസിറ്റീവാണ്, അല്ലെങ്കിൽ അത് ലിമിറ്റഡാണ്. അതെന്താണ് മെറിറ്റ്സ് അതിൻ്റെ ഗുണങ്ങളാണ്. ഫസ്റ്റ് ഗുണമാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തത് ലിമിറ്റഡ് ലയബിലിറ്റി. മിസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോപ്പറേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ മെറിറ്റ്സ് ആണ്. കോപ്പറേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ അതായത് മെറിറ്റ്സ് ആണ്. ഫസ്റ്റ് തന്നെ അതിന് രജിസ്ട്രേഷനിൽ ഈസി ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ലൈക്ക് കമ്പനി ഫ്രം ദി ഓർഗനൈസേഷൻ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഇസ് ലിമിറ്റഡ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ലിമിറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് സോഷ്യൽ സർവീസസ്. എങ്ങനെയാണ് സോഷ്യൽ സർവീസസ് ആവുക? കോപ്പറേറ്റീവ്സ് foster follow feeling members and important moral and educative values of their everyday life which are essential to better living. അവർ ഓർഡിനറി പീപ്പിൾ ആണെങ്കിൽ അവർക്കൊരു ബെറ്റർ, അത് എല്ലാവരുടെയും പർപ്പസ് എന്താണ്? ബെനിഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? കോപ്പറേറ്റീവ് ഫോസ്റ്റർ ഫോളോ ഫീലിങ്സ് എമംഗ് മെമ്പേഴ്സ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് മോറൽ ആൻഡ് എഡ്യൂക്കേറ്റീവ് വാല്യൂസ് ഇൻ ദെയർ എവറിഡേ ലൈഫ്. അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവരുടെ എഡ്യൂക്കേറ്റീവ് വാല്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതവർ സോഷ്യൽ സർവീസിൻ്റെ ഇതിലേക്കും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നു. ആൻഡ് സ്റ്റേറ്റ് അസിസ്റ്റൻസ്. കോപ്പറേറ്റീവ് ഹാവ് ബീൻ അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ഇൻസ്ട്രുമെൻറ്റ് ആസ് എ കമ്പനി എക്കണോമിക് പോളിസീസ് ഓ നമ്പർ ഓഫ് ഗ്രാൻറ്റുകൾ, ലോണുകൾ പോലുള്ള ലോണുകൾ, പിന്നെ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് ആർ ഓഫേർഡ് ബൈ ഗവൺമെൻറ് ടു ദീസ് സൊസൈറ്റീസ് ടു മേക്ക് ദം ഫങ്ഷൻ എഫക്റ്റീവ്ലി. ലോണുകളും ഗ്രാൻറ്റുകളും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന കൺസെഷനുകളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി നമുക്കിത് വിപുലീകരിക്കാം, എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വരും. അതൊരു പോസിറ്റീവ് തിങ്കിങ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ്. എന്താണ് സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ്? കോപ്പറേറ്റീവ് ഹാവ് ബീൻ അഡോപ്റ്റഡ് ബൈ ദ ഗവേൺസ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് പോളിസി. അല്ലേ, ഇൻഷുറൻസ് കമ്പനി പോളിസിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉൾപ്പെടുത്താം. ഇൻഷുറൻസ് കമ്പനീസ് പോളിസീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് കുറച്ചും കൂടി പോസിറ്റീവ്ലി തിങ്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കിട്ടാനും അത് ഉപകരിക്കുന്നു. ദെൻ ഓപ്പൺ മെമ്പർഷിപ്പ് ആയിരിക്കും, അതൊരു പോസിറ്റീവ് ഇഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു മെറിറ്റും കൂടിയാണ്. എന്താണ് ഓപ്പൺ മെമ്പർഷിപ്പ്? ദ മെമ്പർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ ഇൻ എവറിബഡി. നോബഡി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ജോയിനിങ് ഓഫ് ദ ബേസ് എക്കണോമിക് പൊസിഷൻ, കാസ്റ്റ്, കളർ ആൻഡ് ക്രീഡ്. മതം, ജാതി അതുകൊണ്ടൊന്നുമല്ല, എല്ലാവരും ഒരേപോലെ തന്നെ ജോലിയിലുള്ള ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓർഗനൈസിങ് ബിസിനസ്സാണ് എന്ത്? കോപ്പറേറ്റീവ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ്
supply of goods and cheaper rates, and the societies purchase goods directly from producers and sell the members in cheap rate. ഈ കോപ്പറേറ്റീവ്സ് ഇതൊക്കെ ചീപ്പ് റേറ്റിനൊക്കെ കിട്ടും. ചീപ്പല്ല, കൺസെഷനുള്ള വിലക്ക് പ്രൈസ് കൺസെഷൻ ഗവൺമെൻറ്റിൻ്റെ കൺസെഷനോട് കൂടി വാങ്ങാൻ പറ്റും. ദ മിഡിൽ മെൻ ആർ എലിമിനേറ്റഡ് ഫ്രം ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ദ കൺസ്യൂമർ കോപ്പറേറ്റീവ് സപ്ലൈ എസെൻഷ്യൽ ഗുഡ്സ് ടു ദ മെമ്പേഴ്സ് അറ്റ് എ ടൈം വെൻ ദർ ഈസ് എ സ്കേഴ്സിറ്റി ഓഫ് ഗുഡ്സ് ഇൻ മാർക്കറ്റ്. മാർക്കറ്റിൽ സ്കേഴ്സിറ്റി ഗുഡ്സ് ആണെങ്കിലും കുറച്ചൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ രീതിയിലാണ് അവർ വിൽക്കുന്നത്. ഈവൻ ക്യാപിറ്റൽ ഗുഡ്സ് ലൈക്ക് മെഷീനറി പ്രൊഡ്യൂസ്ഡ് ഡയറക്ട്ലി പ്രൊഡ്യൂസേഴ്സ് ആർ സപ്ലൈ ടു ദി മെമ്പേഴ്സ്. അവർ ഡയറക്ട്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്, നേരിട്ട് തന്നെ അവർ മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിന് എത്തിക്കുന്നതാണ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻസ്? ലിമിറ്റേഷൻസ് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റേഷൻസ് നിയന്ത്രണങ്ങൾ, അവർക്കുള്ള ഡിമെറിറ്റ്സ് പോലുള്ള സംഭവങ്ങളാണ് ലിമിറ്റേഷൻ. ലാക്ക് ഓഫ് ബിസിനസ് അക്നോളജ്മെൻറ്റ്, അതായത് ബിസിനസ്സിനെ പറ്റി വേണ്ടോളം അല്ലാതെ അറിവില്ലെങ്കിലും പ്രശ്നം തന്നെയാണ് അല്ലേ. മെമ്പേഴ്സ് നോർമലി ഡു നോട്ട് ഹാവ് ബിസിനസ് എക്സ്പീരിയൻസ് ആസ് എ കോൺസിക്വൻസ് വെൻ ദേ ബിക്കം എ മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഡയറക്ഷൻ ഓഫ് സൊസൈറ്റി ഈസ് നോട്ട് കണ്ടക്റ്റഡ് എഫിഷ്യൻസി. അതായത് അവർക്ക് എഫിഷ്യൻസി, അവർ കഴിവില്ലെങ്കിൽ അതിനൊരു ബോർഡുണ്ട്, കോപ്പറേറ്റീവിനൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ എന്താണ്, ബോർഡിൽ ഇവരെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ട് അതിനൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് ആ ഒരു ഫാക്കൽറ്റീനെ എന്ത് ചെയ്യും, ഫാക്കൽറ്റി മീൻസ് ആ ഒരു സ്റ്റാഫിനെ പിരിച്ചുവിടാനുള്ള ചില സംഭവം, അതൊരു നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അതായത് അൺലൈക്ക് കമ്പനീസ്, കോപ്പറേറ്റീവ് കനോട്ട് എംപ്ലോയ് ഔട്ട്സൈഡ് ആൻഡ് ട്രെയിൻ പേഴ്സണൽ ഫോർ ഇംപ്രൂവിങ് ദ മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസി. അതായത് പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കൂല, അതിനെ ട്രെയിൻ ചെയ്ത് അതിനനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കുന്നവരെ മാത്രമേ ബിസിനസ്സിലേക്ക്, ഈ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലേക്ക് എടുക്കൂ. ദിസ് ഈസ് ബിക്കോസ് സച്ച് സ്റ്റെപ്സ് ആർ ഇൻകേപ്പബിൾ വിത്ത് ദെയർ എൻഡ്സ് ഓഫ് ലിമിറ്റഡ് മീൻസ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, എടുക്കുന്ന സ്റ്റാഫിനെ അത്രയും ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെയുള്ള ഫാക്കൽറ്റീസിന് എടുക്കുള്ളൂ. കാരണം എന്തെങ്കിലും ഫാൾട്ടോ കാര്യങ്ങളോ വരും, അതൊരു നെഗറ്റീവാണ്. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് ഇൻയൂഷ്വൽ ഇൻട്രസ്റ്റ് അല്ലേ. അതായത് ആബ്സെൻസ് ഓഫ് കോപ്പറേറ്റീവ് ക്യാൻ ഓൺലി സക്സീഡ് വെൻ ദ മെമ്പേഴ്സ് ആർ ഇമ്പേർഡ് വിത്ത് എ സ്പിരിറ്റ് കോപ്പറേഷൻ. അൺഫോർച്ചുനേറ്റ്ലി സം ഓഫ് ഇൻഫ്ലുവൻഷ്യൽ മെമ്പേഴ്സ് ആർ കോപ്പറേറ്റീവ് സൊസൈറ്റി സോഴ്സ് ഓഫ് ദെയർ പേഴ്സണൽ ഗെയിൻസ്. അതായത് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ മെമ്പേഴ്സ് കൂടുമ്പോൾ ഓരോരുത്തരും അവൻ്റേതായ ലാഭങ്ങൾക്ക് വേണ്ടി അറിയാതെ വർക്ക് ചെയ്തു പോകും, അവനവൻ്റെ ലാഭം മാത്രം നോക്കും. അപ്പം പേഴ്സണലി നോക്കുമ്പോൾ മൊത്തത്തിൽ പ്രശ്നം വരും. ഓക്കെ, അതും ആബ്സെൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻട്രസ്റ്റ്, അതും ഒരു നെഗറ്റീവാണ്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് സസ്റ്റൈൻഡ് എഫേർട്ട് ഓവർ ദ പീരീഡ് ആർ സക്സസ് ഇൻ ബിസിനസ് ഇൻ സച്ച് എ സ്റ്റേറ്റ് ഓഫ് അഫെയർ ഡസ് നോട്ട് എക്സ്റ്റെൻഡ് മീനി കോപ്പറേറ്റീവ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് എ ഡ്രമാറ്റിക് സ്റ്റാർട്ട് ആൻഡ് കോപ്പറേറ്റീവ് ബിക്കം ലൈഫ്ലെസ് ആൻഡ് ഇനാക്റ്റീവ് ആൻഡ് ഇൻസ് ഓപ്പറേഷൻ. എന്ത് ചെയ്യണം, അവർക്ക് താല്പര്യം വേണം അല്ലേ, അല്ലെങ്കിൽ അങ്ങോട്ടും അതായത് ഒന്നിൽ കൂടുതൽ എൻ്റർപ്രണേഴ്സ് ഉണ്ടാകുമ്പോൾ സംസാരിക്കുമ്പോൾ പലതിനും ഒപ്പീനിയനിൽ വ്യത്യാസം വരുമ്പോൾ അവിടെ എന്തുവാ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ലാക്ക് ഓഫ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ എഴുതാൻ സുഖമായിട്ട് എഴുതാൻ പറ്റും. കോർഡിനേറ്റ് ചെയ്യുന്നത് ലാക്ക്, അതിലൊരു എന്തെങ്കിലും ലാക്ക് വന്നാൽ എന്താണ്, ഇറ്റ് കനോട്ട് ബി ഇൻറ്റേർണൽ ഡിസിഷൻ ഓഫ് മെമ്പർഷിപ്പ് മച്ച് സ്ട്രെങ്തൻ. കോർഡിനേഷനിൽ പ്രശ്നം വന്നാലും അതൊരു നെഗറ്റീവ് ഫാൾട്ടായിട്ട് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, നമ്മൾ കോപ്പറേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, corruption, one of the most important drawbacks of the cooperative form of the organization, the prevalence of corrupt practice of management functioning of cooperative society. എന്താണ് കറപ്ഷൻ, കൈക്കൂലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ലാക്ക് ഓഫ് സീക്രസി, പരസ്പരം ആ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം വർക്ക് ചെയ്യുന്നവർ ഉള്ളിൻ്റെ ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് സീക്രട്ട് കാത്തു സൂക്ഷിക്കുമ്പോൾ ആരെങ്കിലും അത് തെറ്റിച്ചാൽ അതൊരു പ്രശ്നമായി മാറും. ദ എഫേർട്സ് ഓഫ് കോപ്പറേറ്റീവ് ആർ ജനറലി എക്സ്പോസ് ടു ദ മെമ്പേഴ്സ് ആൻഡ് quite difficult from the maintenance business affairs. Next, ഇൻസഫിഷ്യൻറ്റ് മോട്ടിവേഷൻ, അതായത് മുന്നോട്ട് പോകാനുള്ളത് സഫിഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണം. ഇൻസഫിഷ്യൻ്റ് ആയാൽ, അതായത് പ്രത്യേകിച്ച് മോട്ടിവേഷനൊന്നും ഇല്ലാതെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു ലാഭം നോക്കാതെ, കൺസ്യൂമേഴ്സിനെ നോക്കാതെ, സെല്ലേഴ്സിനെ നോക്കാതെ, പ്രോഫിറ്റ് നോക്കാതെ, അങ്ങനെ ഒരു മോട്ടിവേഷൻ, ഒരു മുന്നിലൊരു പർപ്പസ് ഇല്ലാതെ പോകുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. Since the rate of return of capital low and members are involved the affairs of the society. അതായത് സൊസൈറ്റിയോട് ഒരു പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വം കൂടി ഇല്ലെങ്കിൽ ഇതൊരു ഫാൾട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കീവേഡ്സ് പറയുന്നത് ഏതൊക്കെയാണ്? ആക്റ്റീവ് പാർട്ട്ണർ ആയിരിക്കും അല്ലേ, കൂടെ ഉള്ള ആ കോഓപ്പറേറ്റീവ് സ്ഥാപനമാണെങ്കിൽ എന്തായാലും എന്തായിരിക്കണം, ആക്റ്റീവ്
പാർട്ട്നേഴ്സ് ആയിരിക്കണം. ദെൻ ചാർട്ടേഡ് കമ്പനി ആണെങ്കിൽ എന്ത് കമ്പനി വിച്ച് ഈസ് ഇമ്പോർട്ടൻ്റ് അണ്ടർ സ്പെഷ്യൽ ഓയിൽ ചാർട്ടർ ആയിരിക്കണം. ആൻഡ് കമ്പനി ലിമിറ്റഡ് ഗ്യാരണ്ടി നമ്മൾ പറയുന്നത് എന്താ കീ നോട്ട്സ് ആണ്. ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമ്മളൊന്നും കൂടി പോയിന്റ് ഔട്ട് ആക്കി പറയാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ആക്റ്റീവ് പാർട്ട്ണർ, ചാർട്ടേഡ് കമ്പനി ആൻഡ് ചാർട്ടേഡ് കമ്പനീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, കമ്പനി ലിമിറ്റഡ് ഗ്യാരണ്ടി പഠിച്ചു, കമ്പനി ലിമിറ്റഡ് ഷെയർസ് പഠിച്ചു, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ജനറൽ പാർട്ട്ണർ ഗവൺമെൻറ് കമ്പനി ആയിരിക്കണം, ലിമിറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കണം, ജോയിൻറ്റ് ഹിന്ദു ഫാമിലിൻ്റെ നമ്മൾ പഠിച്ചു, പാർട്ട്നേഴ്സിനെ പലതരം പാർട്ട്നേഴ്സ് എഫിഷ്യൻ്റ് ആയിരിക്കണം, ഹോണസ്റ്റി ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ പാർട്ട്നേഴ്സ് ഓഫ് പ്രോഫിറ്റ് പഠിച്ചു, പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലേ, ഡീഡ് അതായത് അവിടെ ആ ഒരു ഡീലിങ്സ് റെക്കോർഡിക്കലി ആയിരിക്കണം അല്ലെ ഓറൽ ആയിരിക്കണം നമ്മൾ പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് രജിസ്റ്റേർഡ് കമ്പനീൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആവരുത്. സോൾ ട്രേഡർ ഓർഗനൈസേഷൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോൾ ട്രേഡ്? സോൾ മീൻസ് ഒന്ന്, ഒരാൾ, വൺ വ്യക്തി, വൺ പേഴ്സൺ നടത്തുന്ന വൺ ഇൻഡിവിജ്വൽ നടത്തുന്ന കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അൺലിമിറ്റഡ് വാൺസും ലിമിറ്റഡും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നമ്മൾ ചെയ്തു. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സെക്കൻഡ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സെക്കൻഡാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സെക്കൻഡ്. എന്താണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? ബിസിനസ് ഓർഗനൈസേഷൻ സെക്കൻഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ. നമ്മൾ എല്ലാ പാഠഭാഗവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവ്സും ഇൻട്രൊഡക്ഷനും ആൻഡ് പിന്നെ പർപ്പസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് മിസ് വായിച്ചുതരാം. ഇൻ ദിസ് introduction, in this unit there are 4 forms of business organization. There are 4 firms, and the viz and partnership, joint stock company, cooperative society and proprietorship, and have advantages from point view of the control, ease of formation and low cost of organization. ഇതിലുള്ള ഇൻട്രൊഡക്ഷൻ ആണ് മിസ് പറയുന്നത്. നമുക്ക് ഈ യൂണിറ്റ് ഈ ഒരു പാർട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാന്നാ പറയുന്നത്? ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് ഓർഗനൈസേഷൻ. ഓക്കെ, ആൻഡ് വ്യൂ ഓഫ് ബിസിനസ്, ഓവർവ്യൂ ഓഫ് ബിസിനസ് ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് പോലും. ദെൻ റിക്വസൈറ്റ്സ് ഓഫ് എൻ ഐഡിയൽ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എന്തൊക്കെ റിക്വസൈറ്റ്സ് ആണ് ഒരു ഐഡിയൽ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ വേണ്ടതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫോർ ഡിസ്കസ് ഹൗ ടു സെലക്ട് എ പെർട്ടിക്കുലർ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇസ് ഇൻ എ ഗിവൺ നാഷൻ. നമുക്ക് ഒരു പ്രത്യേക തരം ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ തുടങ്ങാം, അതായത് ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ ചെയ്യുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം, പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തായിരിക്കണം, ബിസിനസ് ഡീൽ എങ്ങനെ ഉറപ്പിക്കണം, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൻ്റെ റെക്കോർഡിക്കലി നമ്മൾ സൈൻ ചെയ്യുന്ന എഗ്രിമെൻറ്റ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം requisites of ideal form of business organization. For a discuss how to select a particular form of business organization in nation, we should know the essential of a ideal form of organization. We should know, നമുക്ക് അറിയാം എന്ത്, the ideal of a അല്ലെങ്കിൽ the essential of a business organization. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എസെൻഷ്യലി എന്തൊക്കെ വേണമെന്ന് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. This may help you that evaluation of each of the organization. Okay.